കൊട്ടാരക്കരയിൽ നിന്നും വ്യാജ വിദേശമദ്യം എക്സൈസ് സംഘം പിടികൂടിയ സംഭവം അന്വേഷിക്കാൻ പ്രത്യേക 5-അംഗ ടീമിനെ രൂപീകരിച്ചു. സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് ഇനി അന്വേഷിക്കുന്നത്. ടീമിനെ ഡെപ്യൂട്ടി കമ്മീഷണർ തോമസ് എബ്രഹാമാണ് തീരുമാനിച്ചത്. വ്യാജമദ്യ കേന്ദ്രത്തിലെ റെയ്ഡുമായി ബന്ധപ്പെട്ട് ഉയർന്ന ദുരൂഹത ഒഴിവാക്കാനാണ് കേസ് അന്വേഷണത്തിന് പുതിയ ടീമിനെ രൂപീകരിക്കാൻ കാരണമെന്നറിയുന്നു. ശനിയാഴ്ച ഉന്നത എക്സൈസ് ഉദ്യോഗസ്ഥരുടെ യോഗം കൊല്ലം ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൽ ചേർന്നു. ജില്ലയിലെ മിക്ക ബാറുകളിലും വ്യാജകേന്ദ്രത്തിൽ നിന്നും മദ്യം വിതരണം നടത്തിയതായി അറസ്റ്റിലായവർ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു. ഇതിൽ ചില ഹൈടെക് ബാറുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവരെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ ചില രാഷ്ട്രീയ പാർട്ടിയിലെ ഉന്നതർ ഇടപെട്ടതായിട്ടാണ് അറിവ്. ബാറുകളിൽ മിക്കപ്പോഴും വ്യാജമദ്യം നൽകുന്നത് രാവിലെയും രാത്രിയിലുമാണ്. അന്വേഷണം ഊർജിതമാക്കിയാൽ കഴിഞ്ഞ ഓണത്തിന് എത്ര കേസ് വ്യാജമദ്യം ബാറുകളിൽ വിതരണം ചെയ്തെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് തടയാനാണ് ചില ബാർ ഉടമകൾ ശ്രമിക്കുന്നത്. മദ്യം നൽകിയതിനു ശേഷം ഉപേക്ഷിക്കുന്ന കുപ്പികൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഇതിനുള്ള തെളിവ് ലഭ്യമാകുമെന്നാണ് എക്സൈസിലെ ചില ഉദ്യോഗസ്ഥർ പറയുന്നത്. വ്യാജ സ്റ്റിക്കറുകളും ഹോളോ മുദ്രകളും പതിക്കാത്ത കുപ്പികളിലാണ് വ്യാജ വിദേശമദ്യം നിറച്ച് വിതരണം നടത്തിയത്. അവധി ദിനങ്ങളിൽ ബാറുകളുടെ കിളിവാതിലിലൂടെ വിതരണം ചെയ്യുന്നത് ഈ മദ്യമാണ്. ഇനിയൊരു വ്യാജമദ്യ ദുരന്തം ഉണ്ടാകാതിരിക്കാൻ ഇതിലെ ഉന്നതരുടെ പങ്കും അന്വേഷണത്തിൽ പുറത്തുവരണമെന്നാണ് ചില മദ്യവിരുദ്ധ സംഘടനകളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊല്ലം.